ക്രിസ്മസിൻ കാലമായിതാ, ഗുഡ്നസ് ഒത്തു പാട്ടുപാടിടാ. നാട്ടിലും വീട്ടിലും നിരത്തിലും തുരുത്തിലും വള്ളി പുള്ളി തുള്ളി തെറ്റിടാതെ ഉണ്ണിപ്പാട്ടുമായി വാ. പള്ളിയിൽ മുഴങ്ങുന്നു വാനിൽ പടും ദൈവദൂതിൻ ഗാനം, ദൈവത്തിൻ സ്വന്തം നാട്ടിൽ പടും ദൂതരായിടാ. സഘോഷം കൊണ്ടാടാം ക്രിസ്മസിൻ നാളായേ, ആടാനും പാടാനും ഗുഡ്നസിൻ ഉത്സവം. കുളിരു പെയ്യും രാവിലുണ്ണി യേശുജാതനായി എന്ന വർത്തമന്നിനേകിടുന്നു മംഗളം. ആടാനും പാടാനും ആഘോഷത്തിൻ നാളിവനെ ഗ്ലോറിയ 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 ഗ്ലോറിയ. ഗുഡ്നസ് കരോൾ ഉത്സവം ഉത്സവം. എല്ലാവർക്കും നമസ്കാരം. ഗുഡ്നസ് കരോൾ ഉത്സവം പള്ളികളിലേക്കുള്ള ക്രിസ്മസ് റൈഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ മികച്ച ദേവാലയ ഗായകരെ തേടിയുള്ള ഞങ്ങളുടെ യാത്ര കേരളത്തിന്റെ തെക്കേ അറ്റമായ പാറശാലയിൽ നിന്ന് ആരംഭിച്ച മധ്യ കേരളം താണ്ടി ഇന്ന് ആയിരിക്കുന്നത് മലബാറിലാണ്. സാമൂതിരി രാജാക്കന്മാരുടെയും വാസ്കോഡിഗാമയുടെയും ചരിത്രം രേഖപ്പെട്ടിട്ടുള്ള കോഴിക്കോടിന്റെ മണ്ണിലാണ്. ദിവ്യരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള കേരളത്തിലെ ഒരേയൊരു ദേവാലയമായ കോഴിക്കോട് രൂപത മേരിക്കുന്ന് ഹോളി റെഡീമർ ദേവാലയത്തിലാണ്. സഹവികാരി ജോസ് ആഞ്ചലിൻ അച്ഛനോടൊപ്പം യുവജനങ്ങളും സിസ്റ്റേഴ്സും മാതാപിതാക്കളും എല്ലാവരും നമ്മളെ കാത്തു നിൽക്കുകയാണ് വാതിൽക്കൽ തന്നെ. ഇന്നത്തെ ക്രിസ്മസ് ഇവരുടെ കൂടെ ആഘോഷിച്ചാലോ? വരൂ. നക്ഷത്രങ്ങൾ വർണ്ണം വിരിയിക്കുന്ന ആകാശത്തിൽ മാലാഖമാർ ആലപിക്കും സ്വർഗീയ ക്രിസ്മസ് സംഗീതം. വരവായി വീണ്ടും നല്ലൊരു ക്രിസ്മസ്. എല്ലാവർക്കും ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മേരിക്കുന്ന് ഹോളി റിഡീമർ ദേവാലയത്തിലെ സഹവികാരി റെവറൻഡ് ഫാദർ ജോസ് ആഞ്ചലിൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ അച്ഛാ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് കരോൾ ഉത്സവത്തിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ക്രിസ്മസ് സന്ദേശം നൽകാമോ? ആദ്യമേ എല്ലാവർക്കും ഹോളി റെഡീമർ ഇടവകയുടെ പേരിലുള്ള, പ്രത്യേകിച്ച് ഞങ്ങളുടെ വികാരിയച്ഛനായ സൈമൺ പീറ്ററിൻ്റെയും ഇവിടുത്തെ ഇടവക ജനങ്ങളുടെയും പേരിലുള്ള ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേരുകയാണ്. നമുക്കറിയാം, ഈ കാണുന്ന എല്ലാ അലങ്കാരങ്ങളും ക്രിസ്തുവിനെ എതിരേൽക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നതാണ്. ഈ ഒരു ദേവാലയം തന്നെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായിട്ട് ദൈവം നമ്മുടെ എല്ലാവരുടെയും രക്ഷകനാണ് എന്ന പേര് വിളിച്ചോതുന്ന ഹോളി റെഡീമർ, ദിവ്യ രക്ഷകൻ്റെ ദേവാലയം എന്നാണ് ഇത് അറിയപ്പെടുക. ഒരുപാട് പേരെ നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് മാത്രമേ ഈ ദേവാലയത്തിനകത്ത് നമുക്ക് പ്രവേശിക്കാൻ പറ്റൂ. നമ്മുടെ അഭിവന്യ വർഗീസ് ചക്കാലക്കൽ പിതാവ്, നമ്മുടെ വികാർ ജനറലായ മോൺസിഞ്ഞൂർ ജെൻസൺ പുത്തൻ വീട്ടിൽ, അതുപോലെ നമ്മുടെ വികാരിയച്ഛൻ സൈമൺ പീറ്റർ അച്ഛൻ, ഈ ഇടവകയിൽ സേവനം ചെയ്തു പോയിട്ടുള്ള
മുൻ വികാരിമാർ, ഇവരെ എല്ലാവരെയും, അതുപോലെ ഈ ചുറ്റുവട്ടത്തായിട്ട് സേവനം ചെയ്യുന്ന ഒട്ടനേകം സന്യസ്തരുണ്ട്. ഒരു മിനി വത്തിക്കാൻ എന്നാണ് ഇത് അറിയപ്പെടുക. കാരണം ഈ ഇടവകയ്ക്ക് ചുറ്റുമായിട്ട് 4 കോൺഗ്രിഗേഷനുകളായിട്ട് 5 ഹൗസുകളിലായിട്ട് സന്യസ്തർ ഇവിടെ താമസിക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ഒരു മൈനർ സെമിനാരി ഉണ്ട്. ഇവിടെ മേഴ്സി ഹോം എന്ന പേരിൽ അഗതികൾക്കായിട്ടുള്ള ഒരു മന്ദിരമുണ്ട്. അത് മദർ തെരേസയുടെ ചാരിറ്റി ബ്രദേഴ്സാണ് അത് നോക്കി നടത്തുന്നത്. അതോടൊപ്പം നമ്മുടെ രൂപതയിൽ സേവനം ചെയ്ത് റിട്ടയർഡായിട്ടുള്ള വൈദികർക്ക് വേണ്ടിയുള്ള ഒരു അവരുടെ വിശ്രമ ഭവനം കൂടി സ്ഥിതി ചെയ്യുന്നത് ഈ മേരിക്കുന്നിലാണ്. അതുകൊണ്ട് വൈദികർക്കും സന്യസ്തർക്കും ഇവിടെ യാതൊരുവിധ കുറവുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു മിനി വത്തിക്കാൻ എന്ന് അറിയപ്പെടുന്നതിൽ ഒട്ടും തെറ്റുമില്ല. ഒരു ഒറ്റ വ്യക്തിയുടെ പ്രയത്നത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഫലമാണ് ഈ ദേവാലയം എന്ന് പറയുന്നത്. തനിക്ക് ദൈവം നൽകിയിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ജോർജ് സെബാസ്റ്റ്യൻ സാറും അദ്ദേഹത്തിൻ്റെ പത്നി ചിന്നമ്മയും ആ കുടുംബയും ഒന്നടങ്കം നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് ഈ ദേവാലയം. അവരെ കൂടി ഈ നിമിഷം നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. ക്രിസ്തുമസ് എന്ന് പറയുന്നത് ക്രിസ്തു നമ്മുടെ രക്ഷകനാണ്, നമ്മുടെ പ്രകാശമാണ് എന്നതിൻ്റെ വലിയ ഒരു അടയാളമാണ്. ഈ കാണുന്ന അലങ്കാരങ്ങളൊക്കെയും വിളിച്ചു പറയുന്നത് ക്രിസ്തുവിൻ്റെ ഈ വരവിന് വേണ്ടിയുള്ള നമ്മുടെ ഒരുക്കത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ കൂടി നമുക്ക് പ്രകാശമാനമുള്ളതാക്കി ഒരുക്കാം. നന്മകൾ കൊണ്ട് നല്ലൊരു പുൽക്കൂട് പണിത് അതിനകത്ത് ഉണ്ണിയേശുവിനെ സ്വീകരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസിൻ്റെ ആശംസകൾ നേരുകയും അതോടൊപ്പം ഗുഡ്നസ് ചാനലിൻ്റെ ഈ കരോൾ ഉത്സവത്തിന് ഇടവകയുടെ പേരിലുള്ള മേരിക്കുന്നിലെ ഹോളി റെഡീമർ ഇടവകയുടെ പേരിലുള്ള ഹാർദമായ സ്വാഗതം അറിയിക്കുകയും ചെയ്യുന്നു. ദിവ്യരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള കേരളത്തിലെ ഒരേ ഒരു ദേവാലയമാണ് മേരിക്കുന്ന് ഹോളി റെഡീമർ ദേവാലയം. ഈ ദേവാലയത്തിൻ്റെ സഹവികാരി ഫാദർ ജോസ് ആഞ്ചലിൻ അച്ഛനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അച്ഛന് പ്രത്യേകം നന്ദി ആൻഡ് ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. ഗുഡ്നസ് കരോൾ ഉത്സവം പള്ളികളിലേക്കുള്ള ക്രിസ്മസ് റൈഡിന്റെ ഇന്നത്തെ ആദ്യത്തെ പെർഫോമൻസ് സിംഗിൾ റൗണ്ട് ആണ്. സിംഗിൾ റൗണ്ടിൽ പാടാൻ വരുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. കൈയടിച്ച് നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ഹലോ, ഹായ്, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. എന്താണ് പേര്? റോണി പോൾ. ഇന്നത്തെ ഈ ഒരു മത്സരവേദിയിൽ ഏത് ഗാനമാണ് ഞങ്ങൾക്ക് വേണ്ടി ആലപിക്കാൻ പോകുന്നത്? ഞാൻ ശ്രീ ജോബി ജോർജ് സംഗീതം നൽകി വരികൾ എഴുതി ശ്രീ മധു ബാലകൃഷ്ണൻ ആലപിച്ച ബെത്ലഹേമിലെ പൊൻതാരകം എന്ന ഗാനമാണ് ഇവിടെ ആലപിക്കാൻ പോകുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ഗാനം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാം അല്ലേ? എല്ലാ ആശംസകളും. ബെത്ലഹേമിലെ പൊൻതാരകം കൺതുറന്നു കാത്തിരിക്കുന്നു, മാലാഖമാർ ആമോദരാൽ കീർത്തനങ്ങളേറ്റു പാടുന്നു. ബെത്ലഹേമിലെ പൊൻതാരകം കൺതുറന്നു കാത്തിരിക്കുന്നു, മാലാഖമാർ ആമോദരായി കീർത്തനങ്ങളേറ്റു പാടുന്നു. മഞ്ഞു പെയ്യുമീ തിരുരാവിൽ വാനിൽ താരകങ്ങൾ പാടി, ഇനിയില്ല ഇരുളലയൊന്നും, ലോകത്തിൻ ദീപമിതാ. ദൂരെ വാനദൂതർ പാടും സ്വർഗഗീതം, മണ്ണിൽ ഉണ്ണി യേശു ജാതനായിതാ. ആഹാ, മണ്ണും വിണ്ണും ആമോദത്താൽ പാടി, ഇത് സ്വർഗം നൽകും സ്നേഹ സമ്മാനം. ദൂരെ വാനദൂതർ പാടും സ്വർഗഗീതം, മണ്ണിൽ ഉണ്ണി യേശു ജാതനായിതാ. ആഹാ, മണ്ണും വിണ്ണും ആമോദത്താൽ പാടി, ഇത് സ്വർഗം നൽകും സ്നേഹ സമ്മാനം.
മുഴുവനും കാത്തിരുന്ന നാള് ഇന്നാണ് തിരുനാള്. കണ്ണും കാതും ഒന്നായി ചേരുന്ന രാവ് സന്തോഷത്തിൻ തിരുരാവ്. ഇതാ രാജരാജനുണ്ണിയേശു എളിമത്തൻ തിരുരൂപമായി ഇത്ര സ്നേഹമോടെ എന്നെ നേടാൻ പുൽക്കൂട്ടിൽ ഭൂജാതനായി. ദൂരെ വാനദൂതർ പാടും സ്വർഗഗീതം, മണ്ണിൽ ഉണ്ണി യേശു ജാതനായിതാ. ആഹാ മണ്ണും വിണ്ണും ആമോദത്താൽ പാടി, ഇത് സ്വർഗം നൽകും സ്നേഹ സമ്മാനം. ദൂരെ വാനദൂതർ പാടും സ്വർഗഗീതം, മണ്ണിൽ ഉണ്ണി യേശു ജാതനായിതാ. ആഹാ മണ്ണും വിണ്ണും ആമോദത്താൽ പാടി, ഇത് സ്വർഗം നൽകും സ്നേഹ സമ്മാനം. മാനവരെല്ലാം ഒന്നായി ചേരും സ്വർഗീയ നിമിഷമിതാ. ലോകം മുഴുവനും ആനന്ദത്തോടെ ചേരുന്ന സുദിനമിതാ. ഇനി ഭീതി വേണ്ട ശാന്തിയേകാൻ നാഥനിത വരവാൻ മനസ്സിൻ്റെ ഇരുളുകൾ നീക്കുവാനായി എമ്മാനുവേൽ ജാതനായി. ബെത്ലഹേമിലെ പൊൻതാരകം കൺതുറന്നു കാത്തിരിക്കുന്നു. മാലാഗമ ആമോദരാ കീർത്തനങ്ങളേറ്റുപാടുന്നു. മഞ്ഞു പെയ്യും ഈ തിരുരാവിൽ വാനിൽ താരകങ്ങൾ പാടി. ഇനിയില്ല ഇരുളലയൊന്നും, ലോകത്തിൻ ദീപമിതാ. ദൂരെ വാനദൂതർ പാടും സ്വർഗഗീതം, മണ്ണിൽ ഉണ്ണി യേശു ജാതനായിതാ. ആഹാ മണ്ണും വിണ്ണും ആമോദത്താൽ പാടി, ഇത് സ്വർഗം നൽകും സ്നേഹ സമ്മാനം. ദൂരെ വാനദൂതർ പാടും സ്വർഗഗീതം, മണ്ണിൽ ഉണ്ണി യേശു ജാതനായിതാ. ആഹാ മണ്ണും വിണ്ണും ആമോദത്താൽ പാടി, ഇത് സ്വർഗം നൽകും സ്നേഹ സമ്മാനം. ഹലോ റോണി ചേട്ടാ, ഓക്കെ, എന്ത് തോന്നുന്നു പാട്ട് പാടിയിട്ട്? നന്നായിരിക്കും തോന്നുന്നു. പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ ഇവിടെ പാടാൻ കഴിഞ്ഞോ? കുഴപ്പമില്ലാതെ പാടാൻ പറ്റിയെന്നാണ് വിശ്വാസം. പാടുന്നതിന് മുൻപാണോ ടെൻഷൻ അതോ പാടി കഴിഞ്ഞിട്ടാണോ ടെൻഷൻ? മുൻപ് പാടുന്നതിന് തന്നെയാണ് ടെൻഷൻ. നമുക്ക് ഏതായാലും ജഡ്ജസിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കേണ്ടതുണ്ട്. അതെ പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം. അതെ, യെസ്. എല്ലാ ബ്ലെസ്സിങ്സും. താങ്ക് യു. താങ്ക് യു. ഗുഡ്നസ് കരോൾ ഉത്സവം പള്ളികളിലേക്കുള്ള ക്രിസ്മസ് റൈഡിന്റെ ഈ ഒരു മത്സരവേദിയിൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ 23 ദേവാലയങ്ങളാണ് മാറ്റുരയ്ക്കുന്നത്. ഇന്നത്തെ ഈ ഒരു മത്സരവേദിയിലെ സെക്കൻഡ് പെർഫോമൻസ് ഡ്യുവറ്റ് റൗണ്ട് ആണ്. ഡ്യുവറ്റ് റൗണ്ടിൽ ആരാണ് പാടാൻ വരുന്നതെന്ന് നമുക്ക് നോക്കാം. എന്താണ് പേര്? പേര് ഷിബു കെന്നത്ത്. ബിൻസി ജൂലിയ മെൻഡോൺസ. എന്ത് ചെയ്യുന്നു? ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് സെൻറ്റ് സേവിയേഴ്സ് UP സ്കൂൾ പെരുവയൽ. ഞാൻ വയനാട്ടിൽ ലൂർദ് മാത ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 അധ്യാപകനാണ്. രണ്ടുപേരും അധ്യാപകരാണ്. ഇന്ന് നമുക്ക് വേണ്ടി പാടാൻ എത്തിയിരിക്കുന്നത് ഡ്യുവറ്റ് റൗണ്ടിൽ ഏത് ഗാനമാണ് ഇന്ന് ആലപിക്കാൻ പോകുന്നത്? അതിന്റെ 2 വരികൾ ഞങ്ങൾക്കൊന്ന് പാടിത്തരാമോ? തീർച്ചയായും. ഹെക്ടർ ആൻഡ് തോമസ് എന്ന് പറയുന്ന 2 വ്യക്തികൾ
അവർ രചനയും സംഗീതവും നിർവഹിച്ച മാലാഖമാർ പാടി എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് ഞങ്ങൾ ആലപിക്കാൻ പോകുന്നത്. ഒന്ന് പാടിത്തരാമോ? ഓ, തീർച്ചയായും. മാലാഖമാർ പാടി മധുര സംഗീതം, മഞ്ഞു പെയ്യും രാവിൽ മഞ്ഞിൽ വന്നവനായി ഗ്ലോറിയ ഗീതം. മാലാഖമാർ പാടിയ ഗ്ലോറിയ ഗാനമാണ് ഇവർ നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുന്നത്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. മാലാഖമാർ പാടി മധുര സംഗീതം, മഞ്ഞു പെയ്യും രാവിൽ മണ്ണിൽ വന്നവനായി ഗ്ലോറിയ ഗീതം, ഗ്ലോറിയ ഗീതം. മാലാഖമാർ പാടി മധുര സംഗീതം, മഞ്ഞു പെയ്യും രാവിൽ മഞ്ഞിൽ വന്നവനായി ഗ്ലോറിയ ഗീതം, ഗ്ലോറിയ ഗീതം. സർവം ചമച്ച കാരുണ്യരൂപൻ നരനായി മണ്ണിലവതരിച്ചു, കാലിത്തൊഴുത്തിൽ പിറന്നു, കാരുണ്യവർഷം ചൊരിയാൻ. സർവം ചമച്ച കാരുണ്യരൂപൻ നരനായി മണ്ണിലവതരിച്ചു, മഹിമ വെടിഞ്ഞു കന്യകയിൽ നിന്നു ജാതനായി. മാലാഖമാർ പാടി മധുര സംഗീതം, മഞ്ഞു പെയ്യും രാവിൽ മഞ്ഞിൽ വന്നവനായി ഗ്ലോറിയ ഗീതം, ഗ്ലോറിയ ഗീതം. പാർത്തിരുന്നൊരജപാലകർത്തൻ ചാര തടഞ്ഞു ദൂത സദ്വാർത്ത നൽകുകയായി, സർവേശപുത്രൻ പിറന്നു. മാലാഖമാർ പാടി മധുര സംഗീതം, മഞ്ഞു പെയ്യും രാവിൽ മണ്ണിൽ വന്നവനായി ഗ്ലോറിയ ഗീതം, ഗ്ലോറിയ ഗീതം. മാലാഖമാർ പാടി മധുര സംഗീതം, മഞ്ഞു പെയ്യും രാവിൽ മണ്ണിൽ വന്നവനായി ഗ്ലോറിയ ഗീതം, ഗ്ലോറിയ ഗീതം.
ആൻഡ് ഷിബു സർ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗാനം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പെർഫോം ചെയ്തത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കുഴപ്പമില്ലാതെ പാടിയെന്ന് തോന്നുന്നു. എല്ലാവരെയും ഉണർത്തുന്ന രീതിയിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് തന്നെ. ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു. ആൻഡ് ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അധരങ്ങളിൽ ദൈവം നിക്ഷേപിച്ച ഗാനങ്ങളെ ദൈവമഹത്വത്തിനായി ആലപിക്കുന്നവരാണ് ദേവാലയ ഗായക സംഘം. ഇന്നത്തെ ഈ മത്സരവേദിയിലെ മൂന്നാമത്തെ പെർഫോമൻസ് ഗ്രൂപ്പ് റൗണ്ടാണ്. ഗ്രൂപ്പ് റൗണ്ടിൽ പാടാനെത്തുന്നു ഈ ഇടവകയിലെ ഗായക സംഘം. കൈയടിച്ച് നമുക്ക് അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മേരിക്കുന്ന് ദേവാലയത്തിലെ ഗായക സംഘമാണ് ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് റൗണ്ടിൽ നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. ആരാണ് നിങ്ങളുടെ ലീഡർ? ഞാൻ തന്നെയാണ് ലീഡർ. എന്താണ് പേര്? റോണി പോൾ. എന്ത് ചെയ്യുന്നു? ഞാനൊരു കോഴിക്കോട് കോർപ്പറേഷനിലെ ഹെൽത്ത് വിഭാഗം ജീവനക്കാരൻ. ഇന്ന് ഈ ഒരു മത്സരവേദിയിൽ ഏത് ഗാനമാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുന്നത്? ഞങ്ങൾ 2 ഗാനങ്ങളാണ് പ്രിപ്പയർ ചെയ്ത് വന്നത്. ഒന്ന് ദിവ്യ പൈതലെ ശ്രേയ പാടിയ ഒരു പാട്ടും അതേപോലെ ബെത്ലഹേമിലെ എന്നൊരു ഗാനമാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് വന്നത്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എല്ലാം? എന്തൊക്കെ പ്രിപ്പറേഷൻസ് നടത്തിയിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്? ഞങ്ങൾ ഒരു മാസത്തോളമായി ഞങ്ങളിതിൻ്റെ പുറകെ തുടങ്ങിയിട്ട്. കാരണം വെച്ചാൽ പാട്ട് എടുക്കാനും പാട്ട് സെലക്ട് ചെയ്യാനും ഞങ്ങളെ സഹായിച്ചത് ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ സൈമൺ പീറ്റർ അച്ഛനും സഹവികാരി ജോസ് ആഞ്ചലൻ അച്ഛനും ഞങ്ങളെല്ലാവരും കൊയറംഗം മുഴുവൻ ഇരുന്നിട്ടാണ് പാട്ട് സെലക്ട് ചെയ്തത്. ഒരു മാസത്തോളമായി ഇവർ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും കേൾക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. മനോഹരമായി തന്നെ നിങ്ങൾക്ക് പാടാൻ കഴിയട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ബേത്ലഹേമിലെ താഴ്വരയിൽ മഞ്ഞു പെയ്യുമി പുൽക്കുളിരിൽ പാതിരാവിലെ പൊൻകുളിരിൽ സ്നേഹനായകനാഗതനായി. ബേത്ലഹേമിലെ താഴ്വരയിൽ മഞ്ഞു പെയ്യുമി പുൽക്കുളിരിൽ പാതിരാവിലെ പൊൻകുളിരിൽ ചൂടും രാവിൽ കുഞ്ഞിളം കൈകളിൽ പൊൻവീണ വീട്ടി. മഞ്ഞും മാമലയും പൂച്ചൂടും രാവിൽ കുഞ്ഞിളം കൈകളിൽ പൊൻവീണ വീട്ടി. സ്വർഗീയ സൈന്യങ്ങൾ ദൂതുമായി എത്തുന്നു കുഞ്ഞു പൈതലിൽ കാഴ്ചയേകിടാനായി. സ്വർഗീയ സൈന്യങ്ങൾ ദൂതുമായി എത്തുന്നു കുഞ്ഞു പൈതലിൽ കാഴ്ചയേകിടാനായി. താരകങ്ങൾ വിങ്ങിടുന്നേ മാലോകർ പാടിടുന്നേ മഞ്ഞുമൂടും രാത്രിയിലെ രാജരാജനെ. താരകങ്ങൾ വിങ്ങിടുന്നേ മാലോകർ പാടിടുന്നേ മഞ്ഞുമൂടും രാത്രിയിലെ രാജരാജനെ. ബേത്ലഹേമിലെ താഴ്വരയിൽ മഞ്ഞു പെയ്യുമി പുൽക്കുളിരിൽ പാതിരാവിലെ പൊൻകുളിരിൽ സ്നേഹനായകനാഗതനായി. ബേത്ലഹേമിലെ താഴ്വരയിൽ
പാടിടുന്നേ മഞ്ഞുമൂടും രാത്രിയിലായി രാജരാജനെ താരകങ്ങൾ മിന്നിടുന്നേ മാലോകർ പാടിടുന്നേ മഞ്ഞുമൂടും രാത്രിയിലായി രാജരാജനെ ചുരു 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 ഈ പാതിരാവിൽ ബേത്ലഹേമിലൊരു താരകം പ്രഭയാർന്നിതാ കാലികൾ തന്നാലയം സൽക്കാരിയായി തീർന്നിതാ മണ്ണിലും ജീവനൂതൻ പാടി മണ്ണിലെ മാലാഖരും മാലാഖമാരായി മാറി രക്ഷകൻ പൂജാഗണം ഈ ബേത്ലഹേമിന്ന് സ്വർഗമായി രക്ഷകൻ പൂജാഗണം ഈ ബേത്ലഹേമിന്ന് സ്വർഗമായി ദിവ്യ പൈതലേ വിണ്ണിലെ മാലാഖമാരുടെ ഭാഗ്യമേ പുൽത്തൊഴുത്തിന്റെ പുണ്യമേ മാലാഖയായി എന്നെ മാറ്റണേ ദിവ്യ പൈതലേ വിണ്ണിലെ മാലാഖമാരുടെ ഭാഗ്യമേ പുൽത്തൊഴുത്തിന്റെ പുണ്യമേ മാലാഖയായി എന്നെ മാറ്റണേ താരകം വഴികാട്ടിയായി വിജ്ഞാനികൾക്കൊപ്പം വേദിയിൽ കണ്ണെടുക്കാതെ കണ്ണിമയ്ക്കുന്ന മാത്രയിൽ അവർ വന്നില്ല താരകം വഴികാട്ടിയായി വിജ്ഞാനികൾക്കൊപ്പം വേദിയിൽ കണ്ണെടുക്കാതെ കണ്ണിമയ്ക്കുന്ന മാത്രയിൽ അവർ വന്നില്ല കാഴ്ചകളുമായി പൈതലിൻ സന്നിധി കാഴ്ച നൽകി സുതൻ ദിവ്യപ്രഭ കാണുവാൻ കാഴ്ചകളുമായി പൈതലിൻ സന്നിധി കാഴ്ച നൽകി സുതൻ ദിവ്യപ്രഭ കാണുവാൻ ഈ പാതിരാവിൽ ബേത്ലഹേമിലൊരു താരകം പ്രഭയാർന്നിതാ കാലികൾ തന്നാലയം സൽക്കാരിയായി തീർന്നിതാ മണ്ണിലും വിണ്ണിലും ജീവനൂതൻ പാടി മണ്ണിലെ മാലാഖരും മാലാഖമാരായി മാറി രക്ഷകൻ പൂജാഗണം ഈ ബേത്ലഹേമിന്ന് സ്വർഗമായി രക്ഷകൻ പൂജാഗണം ഈ ബേത്ലഹേമിന്ന് സ്വർഗമായി ദിവ്യ പൈതലേ വിണ്ണിലെ മാലാഖമാരുടെ ഭാഗ്യമേ പുൽത്തൊഴുത്തിന്റെ പുണ്യമേ മാലാഖയായി എന്നെ മാറ്റണേ ദിവ്യ പൈതലേ വിണ്ണിലെ മാലാഖമാരുടെ ഭാഗ്യമേ പുൽത്തൊഴുത്തിന്റെ പുണ്യമേ മാലാഖയായി എന്നെ മാറ്റണേ മാലാഖയായി എന്നെ മാറ്റണേ മാലാഖയായി എന്നെ മാറ്റണേ നല്ലൊരു സോങ് ഞങ്ങൾക്ക് തന്നതിന് താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഗാനം? കുഴപ്പമില്ലാതെ പാടിയെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തായാലും ഇങ്ങനൊരു അവസരം തന്നതിന് ഗുഡ്നസ് ചാനലിന് പ്രത്യേകം നന്ദി പറയുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇവരുടെ കയ്യടിയിലൂടെ മനസ്സിലാക്കാം അത്ര മനോഹരമായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ്. ഒപ്പം തന്നെ ദിവ്യസുധന് കാഴ്ചകളായി വന്ന ഈ മാലാഖ കുട്ടികളുടെ പെർഫോമൻസും അതിഗംഭീരമായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നിങ്ങൾ ഏതായാലും നന്നായി പാടിയെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. ജഡ്ജസിന്റെ റിസൾട്ടിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. ഗുഡ്നസ് കരോൾ ഉത്സവം പള്ളികളിലേക്കുള്ള ക്രിസ്മസ് റൈഡിന്റെ വാശിയേറിയ 3 റൗണ്ടുകളും ഇവിടെ അവസാനിക്കുകയാണ്.
അടുത്തത് ഇടവക ജനം ഒരുക്കുന്ന കലാവിരുന്ന് ആസ്വദിക്കുന്നതിന് മുൻപായിട്ട് ഇവിടെ കോഴിക്കോട് രൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെൻസൺ പുത്തൻവീട്ടിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സ്നേഹത്തോടെ നമുക്ക് കൈയടിച്ച് സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈയടി. വെൽക്കം യു ഫാദർ. കേരളത്തിന്റെ തെക്കേ അറ്റമായ പാറശാലയിൽ നിന്ന് ആരംഭിച്ച് ഞങ്ങളുടെ യാത്ര ഇവിടെ മലബാറിൽ കോഴിക്കോടിന്റെ മണ്ണിൽ എത്തി നിൽക്കുകയാണ്. ഗുഡ്നസ് കരോൾ ഉത്സവത്തിന്റെ പ്രേക്ഷകരോട് എന്താണ് അച്ഛാ പറയാനുള്ളത്? എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ ആദ്യമേ നേരുകയാണ്. അഭിനന്ദനത്തിൻ്റെ ഒരു വാക്ക് ഗുഡ്നസ് TV ടീം അംഗങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ, ഇങ്ങനെയൊരു റൈഡ് അങ്ങ് പാറശാലയിൽ നിന്നും കേരളത്തിൻ്റെ വടക്കേ അറ്റത്തേക്ക് ഏതാനും ഇടവകകൾക്ക് വീണ് കിട്ടിയ ക്രിസ്മസ് സമ്മാനമാണ് ഗുഡ്നസ് TV ഒരുക്കുന്ന ഈ ക്രിസ്മസ് റൈഡ്. യഥാർത്ഥത്തിൽ ഈ ഒരു ക്രിസ്മസ് റൈഡ് ഒരുക്കുന്ന ഗുഡ്നസ് TVക്കാർ തീർച്ചയായിട്ടും ക്രിസ്മസ് ഒരു റൈഡാണെന്ന് പറയുവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാകും. കാരണം ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ നിന്നും ദൈവം ഭൂമിയിലേക്ക് നടത്തിയ ഒരു റൈഡാണ്. അങ്ങനെയെങ്കിൽ സ്വർഗം ഭൂമിയെ സ്പർശിച്ച രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഭൂമിയിലേക്ക് ഓടിയെത്തിയ ഒരു സുന്ദരമായ റൈഡ്, അതാണ് ക്രിസ്മസ്. അപ്പോൾ ഈ ഇടവകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു റൈഡ് നടത്തിയപ്പോൾ എൻ്റെ മനസ്സ് മന്ത്രിക്കുന്നു, ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് സെലിബ്രേഷൻ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റൈഡ് അവസാനിക്കുമ്പോൾ ഞാൻ സന്ദേശമായി പറയുവാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു റൈഡ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. എന്താണ് ആ റൈഡ്? നമ്മൾ നടത്തേണ്ട ഒരു റൈഡ്, ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് നാം നടത്തേണ്ട ഒരു റൈഡ്. അതാണ് ഈ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ അവസാനം നാം ചെയ്യേണ്ട സന്ദേശവും നാം കൊടുക്കേണ്ട സമ്മാനവും. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേരുമ്പോൾ ഈ ഒരു റൈഡ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സ്വർഗം ഭൂമിയെ സ്പർശിച്ചുവെങ്കിൽ നമുക്കും സ്വർഗത്തെ സ്പർശിക്കുവാൻ പരിശ്രമിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ദൈവ നന്മകൾ, ആശംസകൾ, അനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. താങ്ക് യു. മോൺസിഞ്ഞോർ ജെൻസൺ പുത്തൻവീട്ടിൽ നമുക്ക് നൽകിയ മനോഹരമായിട്ടുള്ള ഈ ഒരു സന്ദേശത്തിന് പ്രത്യേകം നന്ദി. ആൻഡ് ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. സെയിം ടു യു. ഈ ഒരു ക്രിസ്മസിന്റെ സന്തോഷം നമുക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് ആഘോഷിക്കാം. മോൺസിഞ്ഞോർ പ്ലീസ്. Thank you fathers and happy Christmas. നമ്മുടെ പ്രിയപ്പെട്ട ഗുഡ്നസ് TVയുടെ ഒരു സംരംഭമായ ഗുഡ്നസ് കരോൾ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതൊരു വിജയമായി തീരട്ടെ. ഇതിൻ്റെ ഫലമായിട്ട് ഉണ്ണിയേശുവിനെ, യേശുക്രിസ്തുവിനെ, ബത്ലഹേമിൽ പിറന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ആരാധിക്കുവാൻ, വണങ്ങുവാൻ, അറിയുവാൻ എല്ലാ ജനങ്ങൾക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ആശംസിക്കുന്നു. മഞ്ഞു പെയ്യുന്ന ക്രിസ്മസ് കാലത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് കുഞ്ഞുകുട്ടികൾ അവതരിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു നൃത്തമാണ്. നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാം. കുഞ്ഞിക്കാറ്റ് മൊഴിയുകയായി, മഞ്ഞിൻ തുള്ളി പൊഴിയുകയായി, ഒരു ദിവ്യ പൈതലായി, മഹീൻ ഭാഗ്യതാരകം, ഒരു ദിവ്യ പൈതലായി, മഹീൻ ഭാഗ്യതാരകം, ഒരു പുൽക്കുടിൽ നിറയും അരുണകിരണമായി, മണ്ണിതിൽ വിടരും ഒരു മുകുളം, ഒരു പുൽക്കുടിൽ
നിറയും അരുണകിരണമായി മണ്ണിതിൽ വിടരും ഒരു മുകുളം കുഞ്ഞിക്കാറ്റ് മൊഴിയുകയായി മഞ്ഞിൻ തുള്ളി പൊഴിയുകയായി കുഞ്ഞിക്കാറ്റ് മൊഴിയുകയായി മഞ്ഞിൻ തുള്ളി പൊഴിയുകയായി ഗാനവീചികൾ ഒഴുകുകയായി പുതുനാദമായി കിളികൾ ഉണരുകയായി ഗാനവീചികൾ ഒഴുകുകയായി പുതുനാദമായി കിളികൾ ഉണരുകയായി ഒരു കിന്നരം മീട്ടി അണയുകയായി പുതു സംഘഗായകർ ഇടയരവർ ഒരു കിന്നരം മീട്ടി അണയുകയായി പുതു സംഘഗായകർ ഇടയരവർ കുഞ്ഞിക്കാറ്റ് മൊഴിയുകയായി മഞ്ഞിൻ തുള്ളി പൊഴിയുകയായി കുഞ്ഞിക്കാറ്റ് മൊഴിയുകയായി മഞ്ഞിൻ തുള്ളി പൊഴിയുകയായി ദേവഗീതികൾ നിറയുകയായി ഒരു താരകം വാനിലുയരുകയായി ദേവഗീതികൾ നിറയുകയായി ഒരു താരകം വാനിലുയരുകയായി ഒരു തമ്പുരുപ്പാട്ടിലുണരുകയായി പുതുഗന്ധഗാനമായി മനുകുലവും ഒരു തമ്പുരുപ്പാട്ടിലുണരുകയായി പുതുഗന്ധഗാനമായി മനുകുലവും കുഞ്ഞിക്കാറ്റ് മൊഴിയുകയായി മഞ്ഞിൻ തുള്ളി പൊഴിയുകയായി കുഞ്ഞിക്കാറ്റ് മൊഴിയുകയായി മഞ്ഞിൻ തുള്ളി പൊഴിയുകയായി ഒരു ദിവ്യ പൈതലായി മഹീൻ ഭാഗ്യതാരകം ഒരു ദിവ്യ പൈതലായി മഹീൻ ഭാഗ്യതാരകം ഒരു പുൽക്കുടിൽ നിറയും അരുണകിരണമായി മണ്ണിതിൽ വിടരും ഒരു മുകുളം ഒരു പുൽക്കുടിൽ നിറയും അരുണകിരണമായി മണ്ണിതിൽ വിടരും ഒരു മുകുളം കുഞ്ഞിക്കാറ്റ് മൊഴിയുകയായി മഞ്ഞിൻ തുള്ളി പൊഴിയുകയായി കുഞ്ഞിക്കാറ്റ് മൊഴിയുകയായി മഞ്ഞിൻ തുള്ളി പൊഴിയുകയായി Happy Christmas, Happy Christmas, Happy Christmas, Happy Christmas. ഗുഡ്നസ് കരോളുത്സവം ഉത്സവം വീണയും കിന്നരങ്ങളും മീട്ടി ഉണ്ണീശോയെ സ്തുതിക്കാൻ വന്ന മാലാഖ കുട്ടികൾ നമ്മുടെ മനസ്സും നിറച്ചു. അടുത്ത പെർഫോമൻസ് സ്വർഗം താണിറങ്ങി എന്ന ഗാനത്തിന് ഒരു നൃത്താവിഷ്കാരം ആസ്വദിക്കാം. സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി
സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി ഗുഡ്നസ് കരോൾ ഉത്സവം ഉത്സവം. ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ മിടുക്കികളുടെ. അവർക്ക് നല്ലൊരു കയ്യടി. 25ഓളം വരുന്ന ക്രിസ്മസ് സാന്റാമാര് റെഡിയാക്കിയിട്ടുള്ള ഒരു സാന്റ വാക്കാണ് നെക്സ്റ്റ് പെർഫോമൻസ്. നമുക്ക് അവരുടെ കൂടെ എൻജോയ് ചെയ്യാം. ഗുഡ്നസ് കരോൾ ഉത്സവം ഉത്സവം. ബത്ലഹേമിലെ പുൽക്കൂട്ടിൽ ഉണ്ണീശോയ്ക്ക് പൊന്നും മീറയും കുന്തിരിക്കവും സമർപ്പിച്ച രാജാക്കന്മാരെ പോലെ നമ്മുടെ ജീവിതങ്ങളെ മുഴുവനും ഉണ്ണീശോയ്ക്ക് സമർപ്പിക്കാം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ മനോഹരമായിട്ടുള്ള എപ്പിസോഡ് കോഴിക്കോട് രൂപത മേരിക്കുന്ന് ഹോളി റെഡീമർ ദേവാലയത്തിൽ പൂർണ്ണമാവുകയാണ്. നാളെ മറ്റൊരു ദേവാലയ തിരുസന്നിധിയിൽ നമുക്കെല്ലാവർക്കും ഒത്തുകൂടാം. അതുവരേക്കും പ്രാർത്ഥനയോടെ നമസ്കാരം. ഗുഡ്നസ് കരോൾ ഉത്സവം ഉത്സവം. ക്രിസ്തുമസിൻ്റെ സന്തോഷം ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാനായിട്ട് ഇവിടെ എത്തിയ ഗുഡ്നസ് ടി വിക്ക് ഞങ്ങളുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഹോളി റെഡീമർ ചർച്ച് മേരിക്കുന്ന് ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളെ ഇവിടെ സ്വീകരിച്ചത്. ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങൾക്കും എല്ലാ വിജയാശംസകളും ഭാവുകങ്ങളും നേരുകയാണ്. ഈ കേരളമെമ്പാടുമുള്ള ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ടി വിയുടെ ആരാധകർക്ക് വ്യൂവേഴ്സിന് ഞങ്ങൾ ഇടവക ഒന്നായി ചേർന്നുകൊണ്ട് ക്രിസ്തുമസിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് എല്ലാവർക്കും ഒരു ക്രിസ്തുമസ് ആശംസ പറഞ്ഞാലോ? ഹാപ്പി ക്രിസ്മസ്. ഗുഡ്നസ് കരോൾ ഉത്സവം ഉത്സവം. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്ദേശം പകർന്നുകൊണ്ട് ഗുഡ്നസ് കരോൾ ഉത്സവം പള്ളികളിലേക്കുള്ള ക്രിസ്മസ് റൈഡിൻ്റെ ഈ മനോഹരമായ യാത്ര തുടരുകയാണ്. ഗുഡ്നസ് കരോൾ ഉത്സവത്തിൻ്റെ അവസാന ദിവസമായ നാളെ തലശ്ശേരി അതിരൂപത വെള്ളരിക്കുണ്ട് ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ നമുക്ക് എല്ലാവർക്കും കണ്ടുമുട്ടാം. ദേവാലയങ്ങൾക്ക് വേണ്ടി ഒരു നവീന ക്രിസ്തുമസ് കരോൾ മത്സരം. തലശ്ശേരി അതിരൂപതയിലെ വെള്ളരിക്കുണ്ട് ലിറ്റിൽ ഫ്ലവർ ചർച്ച്. സ്നേഹത്തിൻ ദീപം തെളിഞ്ഞു
കേരളത്തിലെ ഏറ്റവും വലിയ കരോൾ മത്സരം. ഗുഡ്നസ് കരോൾ ഉത്സവം ഡിസംബർ 23 ശനി രാത്രി 7:30 ഗുഡ്നസ് ടിവിയിൽ.